നമുക്ക് ചെണ്ടകൊട്ടോടെ തുടങ്ങാം. ആഘോഷകരമായ തിരുനാൾ പ്രദക്ഷിണമാണ് നമ്മുടെ വഴിയെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദക്ഷിണത്തിന് മുന്നോടിയാണ് നമ്മൾ മതിലൊക്കെ പെയിന്റ് അടിച്ച് ലൈറ്റ് ചെയ്ത് ഒന്ന് കളറാക്കിയത്. പ്രദക്ഷിണം പോയ പുറകെ തന്നെ നമ്മളെടുത്ത് പള്ളിയിലേക്ക് ഇറങ്ങി. പെരുന്നാളൊന്ന് കളറാക്കാൻ നമ്മളും നല്ല കളർഫുൾ ആയിട്ട് ഇറങ്ങിയത്. ഈ പ്രദക്ഷിണം പോകാൻ വഴി അലങ്കരിച്ചതിന്റെ ശരിക്കുള്ള ഭംഗി കാണണമെങ്കിൽ അത് രാത്രി തന്നെ കാണണം കേട്ടോ. കാരണം വഴി ഫുള്ള് തോരണങ്ങളും ലൈറ്റും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. സോ വഴി അലങ്കരിച്ചതിന്റെ ശരിക്കുള്ള ഭംഗി ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ ആ വഴി മൊത്തം നടന്നു കാണുമായിരുന്നു. തിരുനാൾ പ്രമാണിച്ച് പലരും പല രീതിയിലാണ് വഴി അലങ്കരിച്ചിരിക്കുന്നത്. ചിലതൊക്കെ കാണാൻ വളരെ ഭംഗിയായിരുന്നു കേട്ടോ. സോ ഈ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് എത്തി. തിരുനാളിന്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉടുക്കത്തെ റഷം തിരക്കും. പക്ഷേ തിരക്കിനെ ഒന്നും വകവെക്കാതെ ആഞ്ചലിനെ പപ്പനെയും കൊണ്ട് നേരെ പോയത് കളിപ്പാട്ടക്കടയിലേക്കാണ്. അത് പിന്നെ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കളിപ്പാട്ടങ്ങളുടെ കമ്പനിയെ ശേഖരമാണ് നിങ്ങളീ കാണുന്നത്. കൂട്ടത്തിൽ പൊരിപ്പലഹാരത്തിന്റെ ആരുടെ ആയാലും മനസ്സൊന്ന് ചാഞ്ചാടി പോവും. അതേ എന്റെ മോൾക്ക് സംഭവിച്ചുള്ളൂ. മൊത്തത്തിൽ എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടിട്ട് എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ആഞ്ചലിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ സ്വാഭാവികം. കാരണം ഇത്രയധികം കളിപ്പാട്ടങ്ങൾ ഒരുമിച്ച് കണ്ട ആർക്കായാലും ഒന്ന് കൺഫ്യൂഷൻ ആയി പോകും. പക്ഷേ ഇവിടെ ആഞ്ചലിനേക്കാൾ കൂടുതൽ കൺഫ്യൂഷൻ ജോക്കായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കൺഫ്യൂഷൻ അടുത്തെങ്കിലും തീരില്ലെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മാറിയിരുന്നു. കട്ട പോസ്റ്റ്. തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇന്നത്തെ മെയിൻ ആളെന്ന് കാണാൻ പോയി. വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളായിരുന്നു ഇന്ന്. സോ പള്ളിയിൽ കയറി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി കൊടിയിറക്കത്തിന് മുന്നുള്ള കലാശക്കൊട്ട്. അങ്ങനെ കൊടിയിറക്കവും കഴിഞ്ഞ് കുരിശ് വരെ പോയി പുള്ളിക്കാരനെ ഒന്നും കൂടി കണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് ബോധിപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇക്കൊല്ലത്തെ പള്ളി പെരുന്നാളും ഇവിടെ അവസാനിച്ചു. കൈയും വീശി പള്ളിയിലേക്ക് പോയ നമ്മൾ കൈ നിറച്ച് സാധനമായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു കയറിയത്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു.